ഇപ്പോൾ ജി സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. അല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പെരുമ്പളം പാലം ഉദ്ഘാടനം 2026 മാർച്ച് 7 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ രാവിലെ 11 നിർവഹിക്കുന്ന ഏവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയുടെ ലൈവ് ഒക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളായി തുടർന്നിരുന്ന ആ സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേസ്ബുക്കിലടക്കം പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ കടുത്ത വിമർശനം പറഞ്ഞിരുന്ന ജി സുധാകരൻ ചെറുതായി ഒന്ന് അയയാണോ എന്നൊരു സംശയം. അയയാണെന്ന് തോന്നുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പക്ഷേ ജി സുധാകരൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ജി സുധാകരനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നതാണ്. പെരുമ്പളം പാലം ഉദ്ഘാടനം ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയാണ് ജി സുധാകരൻ. അശ്വിൻ പാലാഴി വിവരങ്ങൾ വെച്ചിരുന്നു. അശ്വിൻ, അയഞ്ഞോ എന്ന് ചോദിച്ചാൽ അയയുന്നു, എന്നാൽ അയഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അയഞ്ഞിട്ടുമില്ല. എന്താ സംഭവം? പങ്കുവയ്ക്കുന്നത് PRD നൽകുന്ന ഔട്ടാണ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പേജിൽ ഇപ്പോൾ തത്സമയമായി സംപ്രേഷണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ നേരിൽ ഫോണിൽ വിളിച്ച് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കാലിന് സുഖമില്ലാത്തതിനാൽ വരാൻ പറ്റില്ലെന്നും പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം മന്ത്രിയെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നത്, വിവാദമായിരുന്ന ആ പോസ്റ്റ് അടക്കം വന്നത്. എന്തായാലും ആ പിണക്കമൊക്കെ മറന്ന് പരിപാടികളിൽ ക്ഷണിക്കുന്നില്ല എന്ന പരിഭവമൊക്കെ പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അല്പം അയഞ്ഞു എന്ന് തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തത്സമയമായുള്ള സംപ്രേഷണം പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനോ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാനോ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മുഹമ്മദ് റിയാസിന് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ 3 പരിപാടികൾ കൂടിയുണ്ട്. ഏതെങ്കിലും സമയത്ത് ജി സുധാകരനെ വീട്ടിലെത്തി നേരിൽ കാണുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഹാഷ്മി. ഓക്കെ, പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ PRD കൊടുക്കുന്ന ലൈവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. പക്ഷേ ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. മുഹമ്മദ് റിയാസ് അടക്കം എത്തി ക്ഷണിച്ചതാണ്. അതിനുശേഷം CS സുജാത അടക്കമുള്ളവർ ഒന്ന് അനുനയ നീക്കങ്ങൾ വളരെ സജീവമായി ശക്തമായി നടത്തിയതാണ്. അത് ഫലം കണ്ടില്ല എന്ന് പറയാനാവില്ല. ഉറപ്പായും ഫേസ്ബുക്ക് പോസ്റ്റ് ലൈവ് ഇടുന്നത് ഫലം കാണുന്നതിന് സൂചന തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ആ പരിപാടിയിലേക്ക് നേരിട്ട് എത്തുന്നില്ല. അദ്ദേഹത്തിന് കാലിന് വയ്യ എന്ന് അദ്ദേഹം പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിന് കാലിനൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.